ഹായ് ഓൾ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീക്ക്, അതായത് ഡിസംബർ ഫസ്റ്റ് വീക്കിലെ ഒരു ട്രേഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം അനാലിസിസ് ചെയ്ത പോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റവും കാര്യങ്ങളും എല്ലാം. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ലെവൽസ് എല്ലാം നല്ലപോലെ തന്നെയാണ് റെസ്പെക്ട് ചെയ്തേക്കുന്നത്. IT സെക്ടർ ആയിക്കോട്ടെ, ഏത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, നിഫ്റ്റി ആയിക്കോട്ടെ, എല്ലാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ അനാലിസിസ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു മാർക്കറ്റ് അനാലിസിസ് ആണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഈ ഒരു ലെവൽസ് നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് മാർക്കറ്റിൽ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ നോക്കാവുന്നതാണ്. ഓക്കെ, എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി നമ്മൾ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 23,200 ആ ഒരു ലെവൽ എന്ന് പറയുന്നത് 23,200 to 300 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സോൺ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാർക്കറ്റ് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഏരിയയിൽ വന്നു. ആ ഒരു ഏരിയയിൽ വന്നിട്ട് അവിടുന്ന് നല്ലൊരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയ കണ്ടുപിടിച്ചത് ഫിബ് വെച്ചിട്ടാണ്. ഓക്കെ, ഫിബിനാച്ചി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ട് സോൺ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ സെയിം ഇതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സോൺ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ ഒന്ന് ടാപ്പായിട്ടില്ല, പക്ഷേ ആ ഒരു ഏരിയയിൽ അടുത്ത് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവിടുന്ന് തന്നെ മാർക്കറ്റ് നല്ലപോലെ റിവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഓൾ ടൈം ഹൈയിലേക്കൊക്കെ ഇനി കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. അതായത് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 54,464 എന്ന് പറയുന്ന ഒരു ലെവലാണ് നമ്മുടെ ഓൾ ടൈം ഹൈ. നമുക്കിപ്പം കറൻ്റ്ലി മാർക്കറ്റ് റീച്ച് ആയിരിക്കുന്നത് എത്രയാണ്? 53,873 ആ ഒരു ലെവൽ വരെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അനാലിസിസിലോട്ട് പോകാം. ഓക്കെ ഓക്കെ ഇത് നമ്മുടെ നിഫ്റ്റിയുടെ 4 അവർ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലി ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ നമുക്ക് ഡെയിലി ചാർട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രെൻഡ് ചേഞ്ച് ഒരു നമുക്ക് 1 അവറിൽ അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇവിടെ നിന്നൊരു ട്രെൻഡ് ചേഞ്ച് തന്നു. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയി. ഓക്കെ, പിന്നെ ഡൗൺ സൈഡിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. അപ്പോൾ ഇനി മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്? സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഓക്കെ, ഇനി നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് എന്ന് പറയുന്നതാണ് ഈ ഒരു സ്വിങ് ആണ്. ഓക്കെ, ഈ ഒരു സ്വിങ്. ഓക്കെ, ഞാൻ കറക്റ്റ് എക്സാക്റ്റ് പോയിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഈ ഒരു സ്വിങ് ആണ് അടുത്തത് വരുന്നത്. ഇനി മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ്പ് സൈഡിലോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മാർക്കറ്റ് എപ്പോഴും ഒരു അപ് ട്രെൻഡ് ആണെന്നെങ്കിലും മാർക്കറ്റ് പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും മാർക്കറ്റിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, റെസിസ്റ്റൻസ് സോൺ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിനി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 25 to 34 250 ആ ഒരു റേഞ്ചാണ് നമുക്ക് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിനി നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയ നമുക്ക് കണക്കൂടണമെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ഏരിയ നെക്സ്റ്റ് ഉള്ളത് ഏതാണ്? 24,857 എന്നുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ ഏതാണ്? 24,295 എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ഏരിയ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് ബ്രേക്ക് ആയി. ഓക്കെ, അപ്പ് സൈഡിലോട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി മാർക്കറ്റ് ഒരു പക്ഷേ ചിലപ്പം ഈ ഒരു റേഞ്ചിലോട്ട് വന്നിട്ട് മാർക്കറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു അപ്പ് സൈഡിലോട്ട് പോകാനായിരിക്കും മോസ്റ്റ് പ്രോബബിൾ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഗെറ്റിംഗ് ഹയർ, അതായത് നല്ലപോലെ തന്നെ മുകളിലോട്ട് തന്നെ പോയിട്ട് ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് ഡൗൺ സൈഡിലോട്ട് വന്ന് പിന്നെ ഒരു അപ്പ് സൈഡിലോട്ട് പോകാനായിരിക്കും ചാൻസ്. ഓക്കെ, ഓവറോൾ ബയാസ് നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റ്. ഓക്കെ, ബുള്ളിഷ് തന്നെയാണ് എന്നും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഒരു 200-300 പോയിൻറ്റ്സ് അപ്പ് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ നമ്മൾ ഒരു PE ട്രേഡ്, ഡൗൺ ട്രെൻഡിലേക്കുള്ള ട്രേഡ് എടുക്കുന്നതിനേക്കാട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് CE ട്രേഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി കമ്മിങ് ഡേയ്സിൽ മാർക്കറ്റിൽ നല്ലൊരു ലിക്വിഡിറ്റി ഏരിയാസ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു നല്ലൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, നല്ലൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്
ഈ ഒരു ഏരിയ ആണ് നല്ലൊരു സപ്പോർട്ട് സോൺ. ഓക്കെ, 23,873 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഓക്കെ, 23. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ഈ ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 26,277 തന്നെയാണ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം കമ്മിങ് ഡേയ്സിൽ അല്ലെങ്കിൽ കമ്മിങ് വീക്കിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് ഒരു സൈഡ് വേസ് ആണ്. അപ്പം നെക്സ്റ്റ് ഒരു ഹയർ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ടൈം ഹൈ തന്നെയാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഹയർ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് കറൻ്റ്ലി ഉള്ള ഒരു സ്വിംഗ് ലോ ആണ്. ഓക്കെ, 23,206 എന്ന് പറയുന്നത് 200 ആ ഒരു ലെവലിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. നമുക്കിനി 1 hour ടൈം ഫ്രെയിമിലായാലും എല്ലാ ലിക്വിഡിറ്റീസും കാര്യങ്ങളും എല്ലാം സെയിം ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഓക്കെ നമ്മൾ പറഞ്ഞേക്കുന്ന പോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഒരു ട്രെൻഡ് ക്യാരക്ടർ ചേഞ്ചും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് 1 hour ടൈം ഫ്രെയിമാണ്. 1 hour ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതൊരു സ്വിംഗ് ലോ. ഓക്കെ, ഇതൊരു സ്വിംഗ് ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയി പിന്നെ ഡൗൺ സൈഡിലോട്ട് വന്നു. ഇനി നെക്സ്റ്റ് മാർക്കറ്റ് എന്താണ് ഹെഡിങ് ഹയർ ആണ്. ഓക്കെ, 464 എന്ന് പറയുന്നതാണ് മാർക്കറ്റിൽ ഒരു ഓൾ ടൈം ഹൈ. അപ്പം മോസ്റ്റ് പ്രോബബിളി ബാങ്ക് നിഫ്റ്റിയെക്കാട്ടിൽ ഹൈ സ്വീപ്പ് ചെയ്യാൻ ഹൈ പ്രോബബിൾ ആണ്. ഓക്കെ, ഹൈ പ്രോബബിൾ ആണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ഇനി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഇത് നല്ലൊരു ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, 51,693 എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ്ലി 53 ആണ്. നിയർലി ഒരു ഡൗൺ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 200 പോയിൻറ്റ്സോളം ഉണ്ട്. 2000 പോയിൻറ്റ്സോളം ഉണ്ട്. ഓക്കെ, അതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് അപ്പ് സൈഡിലേക്കുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു ഏരിയ, റൈറ്റ്? ഓക്കെ, 53,888. ഓക്കെ, ഈ ഒരു ഏരിയ ആണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് 1 minute ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ 1 hour ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു അവൈലബിൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു ഏരിയ 52,850 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഓക്കെ, നല്ലൊരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ മാർക്കറ്റ് മോസ്റ്റ് പ്രോബബിളി എന്താണ് ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ 53,150 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോകാൻ ഹൈ പ്രോബബിലിറ്റിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഐ ടി സെക്ടറിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഓക്കെ ഐ ടി സെക്ടറിൽ എന്താണ് നല്ലൊരു ബ്രേക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ മാർക്കറ്റ് ഐ ടി സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ അതായത് കഴിഞ്ഞ 2 അനാലിസിസിന് മുന്നത്തെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ടി സെക്ടറിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നത്. ഓക്കെ, കാരണം ഒരു ബുള്ളിഷ്നെസ് ആണ് ഐ ടി സെക്ടറിൽ ഇനി വരാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ. അപ്പം ഓപ്ഷൻ ബൈയിങ് ആണ് ഞാൻ ചെയ്യുന്നത്. ഓപ്ഷൻ ബൈയിങ് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഓപ്ഷൻ ബൈയിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എടുക്കുന്ന എൻട്രീസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ.